ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ട നമ്മുടെ കൊറിയാൻഡറും ലെറ്റ്യൂസും സ്പ്രൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഹൈഡ്രോഫോണിക് സിസ്റ്റത്തിലോട്ടൊന്ന് മാറ്റാം. അപ്പം ഇത്തവണത്തെ സ്പ്രൗട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി കൊറിയാൻഡർ നിങ്ങൾക്ക് കാണാം, കൊറിയാൻഡർ നന്നായിട്ട് വന്നിട്ടുണ്ട്. ലെറ്റ്യൂസിൻ്റെ ഗ്രോത്ത് ഇത്തിരി മോശമായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ സിസ്റ്റം ഒന്ന് റൺ ചെയ്യണമെന്ന് നോക്കണം. എസ്പെഷ്യലി മോട്ടർ ഉപയോഗിച്ചിട്ട് കുറേ കാലമായി. അപ്പോൾ നമ്മുടെ ടാങ്കാണത്. ടാങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് 3/4 വെള്ളം ഫില്ല് ചെയ്തു. ഒന്ന് സിസ്റ്റം ഒന്ന് റൺ ചെയ്ത് നോക്കി. അപ്പം കുഴപ്പമില്ല, മോട്ടർ നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ട്. നേരത്തെ പോലെ ഒരു സൗണ്ടോ പ്രശ്നങ്ങളൊന്നുമില്ല, എഫക്റ്റീവായിട്ട് റൺ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം ഒന്ന് ഇത് മൊത്തത്തിൽ ഈ പ്ലാന്റ് ഈ സ്പ്രൗട്ട് ചെയ്ത് വന്ന കൊറിയാൻഡറും അതുപോലെ തന്നെ നമ്മുടെ ലെറ്റ്യൂസും മാറ്റേണ്ടത്. അപ്പോൾ അതൊരു ചെറിയ ഗ്രോയിങ് കപ്സ് ഉണ്ട്, അതിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. അപ്പം ചെറിയ പ്രൊസീജിയറാണ്, കാരണം ഈ സ്പ്രൗട്ട് ചെയ്ത് വന്ന ഓരോ സാധനം വളരെ ഡെലിക്കേറ്റായ സാധനങ്ങളാണ്. വളരെ ശ്രദ്ധാപൂർവ്വം അത് എടുത്തിട്ട് വേണം മാറ്റേണ്ടത്. അതുപോലെ തന്നെ ഈ ഗ്രോ മിക്സ്ചർ മാറ്റുമ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇടേണ്ടി വരും. കാരണം ആ സോയിലും അതിൻ്റെ സാൻഡും ഡേർട്ടും എല്ലാം ഉണ്ടാവും. അത് നമ്മുടെ ഹൈഡ്രോഫോണിക് സിസ്റ്റത്തിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം ഈ കപ്പ് ട്രേസിലോട്ട് മാറ്റേണ്ടത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഗ്രോയിങ് കപ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാം. കഴിഞ്ഞ തവണ ചെയ്തതിൻ്റെ റൂട്ട്സൊക്കെ ഇതിനകത്ത് പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളിതിനകത്ത് പ്ലാന്റ് നിറച്ച് വെക്കണം. അപ്പം ആ വീഡിയോ ഞാൻ അടുത്ത ഇതിലിടാം. ഓക്കെ, അപ്പോൾ സീ യു സൂൺ. ബൈ ബൈ.